എന്താ ഉമ്മ? എന്താ പറ്റി ഉമ്മ? തലയിറക്കം തോന്നണം മോളെ. അതെ, രാവിലെ ഒന്നും കഴിച്ചില്ലേ? കഴിച്ചതാ മോളെ. പ്രഷർ കുറഞ്ഞ എന്റെ വയ്യായിക. എന്നാ നമുക്ക് അവിടെ പോയി ചായ കുടിച്ചാലോ? ഓ വേണ്ട, ഇത് വിൽക്കണ്ടേ മോളെ. എന്നാ ഞാൻ ഇന്ന് കുറച്ച് ലോട്ടറി എടുക്കട്ടെ? എനിക്കൊരു 5 തരുമോ? തരാം. മോക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാ. ഉമ്മക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ഇതൊക്കെ അടിക്കുമല്ലോ അല്ലേ? അടിക്കും. ഒന്നും അടിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ അടിക്കണേ. ഉമ്മയ്ക്കൊരു സഹായം ആയിക്കോട്ടെ വെച്ചിട്ടാ. ഇതാ അല്ല, ഇത് കൂടുതലുണ്ട്. ബാക്കി ഉമ്മ വെച്ചോ. ആ പിന്നെ ഞാൻ നാളെയും വരും. നാളെയും വേണം എനിക്ക് 5 ലോട്ടറി. സന്തോഷായി മോളെ. ഓ ചേട്ടാ, അതെ, ഇവിടെ ലോട്ടറി വിറ്റിരുന്ന ഉമ്മയെ കണ്ടോ? ഇന്നലെ വരെ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ അവര് വീട്ടില് എന്തോ സുഖമില്ലായിരിക്കാന്നാ കേട്ടെ. അവരുടെ വീട് എവിടെയാണെന്നറിയോ? അതിവിടുന്ന് സ്വല്പം അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോ രണ്ടാമത്തെ വളവിന് ശേഷം വലതുവശത്ത് കാണുന്നതാണ് അവരുടെ വീട്. ഒരുപാട് ദൂരമുണ്ടോ? കുറച്ച് കിടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എഴുന്നേക്കുമ്പോ കുറച്ച് വെള്ളം കുടിക്കും. വേണ്ട. ആയിഷുമേ, വാ. ആഹാ, ഇവിടെ കിടക്കണല്ലേ? എന്തു പറ്റിയുമ്മ? തീരെ വയ്യ മോളെ. ഉമ്മ ഇന്നലെ രാത്രി ഒന്ന് വീണായിരുന്നു. അയ്യോ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? കൊഴപ്പില്ല മോളെ. ഞാനിവിടെ അയൽവക്കത്തുള്ളതാ. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കാറുണ്ട് ഉമ്മാനെ. ഉമ്മയ്ക്ക് 2 മക്കളാ. ഒരാൾ ഇടുക്കിയിൽ, ഒരാൾ വേറെങ്ങാണ്. വല്ല റംസാനോ പെരുന്നാളോ അങ്ങനെ വല്ല ഉള്ളപ്പോ ഇടയ്ക്ക് വരാറുണ്ട്. ചെലപ്പോ വരില്ല. വേറെ ആരുമില്ല ഉമ്മയ്ക്ക്. ഉമ്മ പാവാ. ഇതെന്താ? കുറച്ച് കഞ്ഞിട വെള്ള ഞാൻ കൊടുത്തിട്ട് കഴിക്കണില്ല. ആഹാ, അത് കൊള്ളാലോ. എന്താ ഉമ്മ കഴിക്കാത്തെ? ഉമ്മ കുറച്ച് വെള്ളം കുടിച്ചേ. കുറച്ച് കുടിക്കുമ്മ. ഉമ്മ, ഇങ്ങനെ കിടന്ന എങ്ങനെ ശരിയാവുക? നമുക്കൊന്ന് ഉഷാറാവണ്ടേ? തീരെ വയ്യ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? പിന്നെ ഉമ്മ ഇങ്ങനെ കിടന്ന എനിക്ക് ആരാ 5 ലോട്ടറി തരിക? എനിക്ക് ദിവസേന 5 ലോട്ടറി വേണം. അതിനൊരു വഴിയുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ നസ്രിയ, നമ്മുടെ സ്റ്റുഡൻസ് വിങ്ങിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. കുറച്ച് ഫണ്ട് റേസ് ചെയ്യാനുണ്ട്. പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, എത്രയും പെട്ടെന്ന് വേണം. ഒരു എമർജൻസിയാണ്. അതൊക്കെ ഞാനിവിടെ വന്നിട്ട് പറയാം. ഒരു നിമിഷം മതി നമ്മൾ ചലനങ്ങളില്ലാത്ത മനമാകുവാൻ. ഒരു നിമിഷം മതി നമ്മൾ എരിയുന്ന കനലിനൊരിണയാകുവാൻ. കുഴപ്പമില്ല, ഇനി ഞങ്ങൾ നോക്കിക്കോളാം. എന്താ വേണ്ട വെച്ച് ചെയ്തോളാം. ഓക്കെ. നിങ്ങളുടെ SAPC ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ നന്മ എന്നും തുടരണം. അതെ സർ, ഞങ്ങൾ സ്റ്റുഡൻസ് വിങ്ങിന് കൃത്യസമയത്ത് തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ സ്റ്റുഡൻസ് വിങ്ങിന്റെ സേവനം എന്നും ആൽഫയ്ക്ക് കരുതലായി ഉണ്ടാവും. താങ്ക് യു. എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും. നമുക്കെല്ലാവർക്കും കഴിയും. നിങ്ങളുടെ ഓരോ രൂപയും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്, അമൂല്യമാണ്. വി ക്യാൻ സപ്പോർട്ട് ആൽഫ പാലിയേറ്റീവ് കെയർ. സ്വാന്തന പരിചരണത്തിന് നാടിന് ഒരു മാതൃകയാവുകയാണ് ആൽഫ പാലിയേറ്റീവ് കെയർ വെള്ളാങ്കല്ലൂർ ലിങ്ക് സെന്റർ. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയണം. കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ സുഖമില്ലാതെ ആരെങ്കിലും കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെക്കാളും ബുദ്ധിമുട്ടായിരിക്കും അവരെ പരിചരിക്കുന്നവരുടെ കാര്യം. അതുപോലെയുള്ള ഒരുപാട് പേരെ ഒരു ലാഭേച്ഛയും കൂടാതെ ചെറിയ നല്ല നല്ല മനസ്സുകളുടെ ആ നന്മകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു പറ്റം ആളുകൾ ആൽഫ
പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ പേരിൽ നിങ്ങൾക്ക് സേവനം നൽകുന്നത്. ഇനി വേറൊരു കാര്യം, നമ്മൾ പഴഞ്ചൊല്ല് പോലെ പറയുന്നതാണ് ഉണ്ണാനും ഉടുക്കാനും എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ആൽഫ പാലിയേറ്റീവ് കെയർ സെൻ്റർ ട്രസ്റ്റ് ബാങ്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഡ്രസ്സ് വലിയവരുടെയോ ചെറിയവരുടെയോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ആളുകൾക്കുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്താൽ നമ്മുടെ ഈ ട്രസ്റ്റ് ബാങ്കിൽ നിന്ന് അനുയോജ്യരായ അർഹരായ ആളുകളിലേക്ക് ഈ ഡ്രസ്സ് നമ്മുടെ ആൽഫ പാലിയേറ്റീവ് കെയർ അധികൃതർ എത്തിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസ്ഥാനം ഇപ്പോൾ നിൽക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇതിൻ്റെ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എന്ന ഒരു വലിയ മനുഷ്യനാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ഒരു ഹോസ്പിറ്റൽ സ്വന്തമായ ഒരു ബിൽഡിങ്ങിലേക്ക് പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. അത് ഈ പ്രസിഡന്റിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്നത്. ആരുമില്ലാത്തവർക്ക് തമ്പുരാൻ തുണ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ആൽഫ പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചുവടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളാൽ കഴിയാവുന്ന വലുതും ചെറുതുമായ തുകകൾ നിങ്ങൾ ഇതിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഈ പുണ്യപ്രവൃത്തിയിൽ നിങ്ങളും പങ്കാളികളാവുകയാണ്. ഞങ്ങൾ ഈ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിങ്ങളും ആവില്ലേ?